ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ചെൽസിയുടെ ഒരു കിടിലൻ മാച്ച് കണ്ടു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി തോൽവിയും സമനിലയും ഒക്കെ ആയിട്ട് ചെൽസി മൊത്തത്തിൽ ഫാൻസിനെ നിരാശനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, പ്രീമിയർ ലീഗിലെ നിർണായകമായ മത്സരങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ നിർണായകമായ ഒരു മത്സരത്തിൽ ആസ്റ്റൺ വില്ലയെ അവരുടെ ഹോം ഗ്രൗണ്ടായ വില്ല പാർക്കിലിട്ടാണ് 4-1 ചെൽസി വെട്ടിക്കൂട്ടിയത്. സീസണിന്റെ തുടക്കം മുതൽ നല്ല മികച്ച ഫോമിൽ കളിച്ച് ഒരു സമയത്ത് പ്രീമിയർ ലീഗിന്റെ 2ാം സ്ഥാനത്ത് വരെ ഉണ്ടായിരുന്ന ടീമാണ് ആസ്റ്റൺ വില്ല എന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി ആസ്റ്റൺ വില്ലക്ക് കഷ്ടകാലമാണ്. ഇങ്ങനെ 2ാം സ്ഥാനത്ത് നിന്നും മെല്ലെ കളിച്ച് താഴെ ഇപ്പൊ 4ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ അവസാന സ്ഥാനക്കാരായ വോൾസിനോടും വില്ല തോറ്റിരുന്നു എന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാവും വില്ലയുടെ ഫോം ഔട്ട്. ചെൽസിയുടെ കാര്യം മറിച്ചല്ല. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ നിരാശാജനകമായ റിസൾട്ടിന് ശേഷമാണ് ആസ്റ്റൺ വില്ലയെ നേരിടാനായി ചെൽസി വില്ല പാർക്കിലെത്തുന്നത്. ചെൽസി ടീമിൽ ആദ്യ 11-ൽ 1ാം നമ്പർ ഗോൾ കീപ്പർ സാഞ്ചസിനെ പുറത്തിലെത്തിയ റോസ്നിയോ നടത്തിയ പരീക്ഷണം ചെൽസി ഫാൻസിനെ എന്തായാലും ഞെട്ടിച്ചിട്ടുണ്ടാവും. കളി തുടങ്ങി ആദ്യ 2 മിനിറ്റിൽ തന്നെ ചെൽസി ഡിഫൻസിന്റെ പിഴവിൽ നിന്നും ഡഗ്ലസ് ലൂയിസ് ആസ്റ്റൺ വില്ലക്ക് ലീഡ് നൽകി. വില്ലന്റെ ഹോം ഗ്രൗണ്ടാണ്. തുടക്കത്തിലെ 2ാം മിനിറ്റിൽ തന്നെ ആസ്റ്റൺ വില്ലക്ക് ഒരു ലീഡ്. അപ്പോൾ ചെൽസി ഫാൻസ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഈ മത്സരവും എന്തായാലും ഒന്നെങ്കിൽ സമനില അല്ലെങ്കിൽ തോൽക്കും എന്നുള്ള ഒരു നിരാശയിലായിരിക്കും ചെൽസി ഫാൻസ്. തുടക്കത്തിൽ ലീഡ് വഴങ്ങിയതോടെ ചെൽസി ഒന്നുകൂടെ ഉണർന്ന് കളിക്കാൻ തുടങ്ങി. മിഡ്ഫീൽഡിൽ എൻസോയും കസൈഡയും പാൾമറും റീസ് ജെയിംസും എല്ലാം കൂടെ മിഡ്ഫീൽഡിൽ നിന്ന് നല്ല ഉഷാറായിട്ട് കളിച്ചതോടെ ആസ്റ്റൺ വില്ല വട്ടം കറങ്ങി. കഴിഞ്ഞ മത്സരത്തിൽ പെഡ്രോനെറ്റോ റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ ഫസ്റ്റ് ലെവലിൽ ചാൻസ് കിട്ടിയ അലക്സാണ്ടോ ഗർനാച്ചോ ഇടതുവെങ്കിൽ മികച്ച ഫോമിൽ അപകടകരമായ ക്രോസുകൾ നൽകി വില്ല ഡിഫൻസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കളി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ചെൽസിയുടെ സമനില ഗോൾ വരുന്നത്. ആസ്റ്റൺ വില്ലയുടെ ഓഫ് സൈഡ് ട്രാപ്പിനെ കബളിപ്പിച്ച് എൻസോ ഫെർണാണ്ടസ് ഉയർത്തി നൽകിയ പന്ത് സ്വീകരിക്കുമ്പോൾ മാലോഗുസ്തോക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായിരുന്നു മുന്നില്. ജാവ പെട്രോയെ ലക്ഷ്യമാക്കി ഗസ്റ്റോ നൽകിയ ക്രോസ് ജാവ പെട്രോ മനോഹരമായി വലയിലാക്കി. 1-1. കളി സമനിലയായതോടെ ഇരു ടീമുകളും ഉണർന്നു കളിച്ചു. ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് എൻസോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ ജാവ പെട്രോ ചെൽസിക്ക് ലീഡ് നൽകി. അർജന്റീനക്കാരനായ വില്ല ഗോളി എമി മാർട്ടസിനെ സമർത്ഥമായി കബളിപ്പിച്ചായിരുന്നു ആ മനോഹര ഗോൾ. ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കർ എങ്ങനെ ഗോൾ സ്കോർ ചെയ്യണമെന്ന് കാണിച്ചു തന്നൊരു ഫിനിഷിംഗ് ആയിരുന്നു ജാവ പെട്രോയുടെ ആ ഒരു ഗോള്. കളിയുടെ തുടക്കത്തിൽ പിന്നിപ്പോയ ചെൽസി ഫസ്റ്റ് ഹാഫിന് പിരിയുമ്പോൾ 2-1 ലീഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ചെൽസി വീണ്ടും ആസ്റ്റൺ വില്ലയെ പ്രവഹിച്ചു. ഇത്തവണ കോൾ പാർമറിന്റെ ആയിരുന്നു ഊഴം. വലതുവിങ്ങിൽ നിന്നും റീസ് ജെയിംസിന്റെ ക്രോസ് എമി മാർട്ടിനസ് തടഞ്ഞിട്ടത് ഫ്രീ ആയി നിന്ന പാൾമറിന്റെ കാലിലേക്ക്. വെടിയുണ്ട കണക്കേറിയ ഷോട്ടിൽ പാൾമർ വില്ലയുടെ വള തുളച്ചു. തുടക്കത്തിലെ കിട്ടിയ ഒരു ഗോളിന്റെ ലീഡ് നിലനിർത്താനാവാതെ പോയ വില്ല 2 ഗോളിന് പിന്നിൽ പോയതോടെ ആകെ തളർന്നു. മുൻ ചെൽസി താരങ്ങളായ റോസ് ബാർക്ലി, ടാമി എബ്രഹാം, ജേഡൻ സാഞ്ചോ എന്നിവരെ ഇറക്കി ഉനായ് എമറിയും രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. 64-ാം മിനിറ്റിൽ ഗർനാച്ചോയുടെ പാസിൽ ഒരു ഈസി ടാപ്പിൻ ഗോളാക്കി ജാവ പെട്രോ ഹാട്രിക്കും കൂടെ നേടിയതോടെ ആസ്റ്റൺ വില്ലയുടെ കഥ കഴിഞ്ഞു. ആദ്യം ഗോൾ വഴങ്ങിയെങ്കിലും മികച്ച പ്രകടനത്തോടെ തിരിച്ചു വന്ന ചെൽസിക്ക് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടണമെങ്കിൽ ഇനിയും കടമ്പകൾ ഏറെ കിടക്കാനുണ്ട്. 29 മത്സരങ്ങളിൽ നിന്നും 48 പോയിന്റോടെ ചെൽസി 5ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതേ മത്സരങ്ങളിൽ നിന്നും 51 പോയിന്റുമായി യുണൈറ്റഡ് 3-ഉം വില്ല 4-ഉം സ്ഥാനത്തുണ്ട്. ഇനി മികച്ച പ്രകടനം പുറത്തെടുത്ത് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാതിരിക്കുകയും യുണൈറ്റഡോ വില്ലയോ നിർണായകമായ മത്സരങ്ങൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്താലും മാത്രമേ ചെൽസിക്ക് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ആസ്റ്റൺ വില്ലക്കെതിരെ പുറത്തെടുത്ത മികച്ച പ്രകടനത്തിന്റെ ആവേശത്തിൽ റോസ്നിയുടെ കീഴിൽ മികച്ച പ്രകടനവുമായി ടോപ്പ് 4 പിടിക്കുമെന്നാണ് ചെൽസി ഫാൻസിന്റെ പ്രതീക്ഷ.